അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നമ്മുടെ വിഷയം സിഹറുമായി ബന്ധപ്പെട്ടതാണ്. ഇനിയും അന്ധകാരത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുന്നവരും പറയുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇസ്ലാമിലുള്ളൊരു കാര്യം, ദീനിൽ സ്ഥിരപ്പെട്ടൊരു കാര്യം, അത് പഠിക്കൽ നമുക്ക് ബാധ്യതയാണ്, അറിയൽ നിർബന്ധവുമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില മസ്അലകൾ, കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇന്നഹു മൗജൂദുൻ വലഹു ഹഖീഖത്തുഹു വ തഅ്സീറുഹു. സിഹർ ഉണ്ട്, അതിന് അതിൻ്റേതായ ഹഖീഖത്തും തഅ്സീറുമുണ്ട്. സിഹർ ബാധിച്ചവന് അതിൻ്റെ പ്രയാസങ്ങളുണ്ടാകും, അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. ഖദ് സബത ഹാദാ ബിൽ ഖുർആനിൽ കരീമി വബിസ്സുന്നത്തിൽ മുതഹറത്തി വബിൽ ഇജ്മാഇ വബിൽ വാഖി വൽ മുശാഹദ. ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് സിഹറുണ്ട്, ഹഖീഖത്തുണ്ട്, അതിന് തഅ്സീറുണ്ട് എന്നുള്ളത്. അതുപോലെ സുന്നത്തിലുണ്ട്, പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്, നാട്ടിൽ നടപ്പുണ്ട്. അതാണ് മുശാഹദ എന്ന് പറഞ്ഞാൽ. ആളുകളുടെ ഇടയിൽ കാണുന്നതാണ്. സിഹർ ബാധിച്ചവരെ കാണാൻ സാധിക്കും. അതിനുവേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നവർ, ചികിത്സ തേടി നടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അപ്പോൾ ഉള്ളതാണ്. ഇത് നാം മനസ്സിലാക്കണം. എന്താണ് ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാന വമാ കഫറ സുലൈമാനു വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്ത്. വലിയ ആയത്താണ്. ഇതിൽ പറഞ്ഞത് വലാകിന്ന ശയാത്തീന കഫറു, പക്ഷേ പിശാചുക്കൾ നിഷേധികളായി. എന്താണ് അവർ ചെയ്തത്? യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ, ജനങ്ങൾക്ക് അവർ സിഹറിനെ പഠിപ്പിച്ചു. ഖുർആനിൽ പറഞ്ഞ വാക്കാണ് യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ, ജനങ്ങൾക്ക് അവർ സിഹറിനെ പഠിപ്പിച്ചു. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. എന്ത്? ജാഅ ഫീ ഹാദിഹിൽ ആയത്തി മിൻ ദിക്രി സിഹ്രി വ തഅലീമിഹി. ഈ ആയത്തിൽ സിഹറിനെ പറഞ്ഞിട്ടുണ്ട്, അത് പിശാചുക്കൾ പഠിപ്പിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. സിഹറുണ്ട് എന്നും പറഞ്ഞു, അതുപോലെ അതിനെ പഠിപ്പിക്കുക എന്നും പറഞ്ഞു. വലൗലം യകുൻ ലഹു ഹഖീഖത്തുൻ, ഒരു സംഗതിക്ക് ഹഖീഖത്ത്, യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ ലം യുംകിൻ തഅലീമുഹു, അതിനെ പഠിപ്പിക്കാൻ പറ്റുമല്ലോ. ഇല്ലാത്തൊരു കാര്യത്തെ പഠിപ്പിക്കൂ. അപ്പോൾ ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു വസ്തു ഉള്ളത് കൊണ്ടാണ്, സിഹർ എന്നതൊന്നുള്ളത് കൊണ്ടാണ് അതിനെ പഠിപ്പിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് അതിന് ഹഖീഖത്തുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് സ്ഥിരപ്പെട്ടതായി പറഞ്ഞത്. ഇനി ഹദീസ് വളരെ ചർച്ച ചെയ്യപ്പെട്ട ഹദീസാണ്. ഇന്നും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ഹദീസിനെക്കുറിച്ച് ധാരാളം ചർച്ചകൾ വരികയും എത്ര ആളുകൾ ഇതിനെ എതിർത്ത് ചർച്ച ചെയ്താലും ഈ ഹദീസ് കൊണ്ടുവന്ന റാവികൾ അത് വെച്ച് തന്നെ അതിനെ അനുകൂലിക്കുന്ന ആളുകൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നുള്ള ഹദീസാണ്. അപ്പോൾ നബിക്ക് സിഹർ ബാധിക്കുമോ? അത് ദീനിനെതിരല്ലേ, അത് ഖുർആനിനെതിരല്ലേ എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഹദീസ് കൊണ്ടുവന്നത് സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്നുള്ള ഹദീസ് കൊണ്ടുവന്നത് ബുഖാരിയിലാണ്, മുസ്ലിമിലാണ്. ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ആരാണ്? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത
ഇമാം മുസ്ലിമും ഇമാം ബുഖാരിയും അവരുടെ സഹീഹിൽ കൊണ്ടുവന്ന ഹദീസാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിലെ കിതാബു തിബ്ബിലും ബദ്ഉൽ ഖൽഖ് എന്ന 2 അധ്യായത്തിൽ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം കിതാബു സലാമിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വളരെ വ്യക്തമായ ഹദീസാണ്. ആ ഹദീസിൽ കാണാം ഒരു ജൂതൻ, ആ ജൂതൻ്റെ പേര് ലബീദ് ബിനുൽ അസം ബനി സുറൈഖ് സഹറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞ ജൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അനുഭവപ്പെട്ടു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അങ്ങനെ അള്ളാഹുവിനോട് റസൂലുള്ള പ്രാർത്ഥിച്ചു. അള്ളാഹു ഉത്തരം നൽകി. ആ സ്ഥലം 2 മലക്കുകൾ വന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആ സിഹറിനെ പുറത്തു കൊണ്ടുവന്നു, അതിനെ ബാത്തിലാക്കുകയും ചെയ്തു എന്നുള്ള ഹദീസ് വളരെ വ്യക്തമായ ഹദീസാണ്. ഈ ഹദീസിൻ്റെ റാവി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ചെയ്ത ആൾ ലബീദ് ബിനുൽ ആസം, അത് യഹൂദി ആണ്. പിന്നെ സിഹർ എവിടെയാണ് ചെയ്തത്? ഈ മുടിയെല്ലാം ചീകിയിട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട മുടി. ഇപ്പോൾ സാധാരണ സിഹർ ചെയ്യുന്ന സാഹിറന്മാരുടെ പണിയാണത്. ആർക്ക് വേണ്ടിയാണോ സിഹർ ചെയ്യുന്നത് അയാളുടെ ശരീരത്തിലെ വല്ലതും ഇവർ ശേഖരിക്കും. എങ്ങനെയെങ്കിലും മുടിയോ വല്ല വസ്ത്രമോ, അവർ കാര്യമായി എടുക്കുന്ന വസ്ത്രമോ അതിൻ്റെ ഒരു കഷ്ണമോ ഇത് ശേഖരിച്ചിട്ട് അതിലൂടെയാണ് സിഹർ ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചീകിയ മുടിയുടെ ചില ഭാഗങ്ങളെടുത്ത് അതിൽ തന്നെയാണ് ആർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സിഹർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഖദ് ആഫാനി അല്ലാഹ്, എനിക്ക് അള്ളാഹു ആഫിയത്ത് നൽകി, എനിക്ക് ഷാഫാനി, എനിക്ക് അള്ളാഹു ഷിഫ നൽകി. ഇവിടെ റസൂലുള്ള ഷിഫ നൽകി എന്ന് പറയണമെങ്കിൽ വശിഫാഉ ഇന്നമാ യകൂനു ബിറഫ്ഇൽ ഇല്ലതി വസവാലിൽ മർദ്, രോഗത്തെ നീക്കുക, ആ കാരണം ഒഴിവാക്കുക എന്നാണല്ലോ ഷിഫ എന്ന് പറഞ്ഞാൽ. ഒരാളുടെ ഷിഫ, പനി മാറി എന്ന് പറഞ്ഞാൽ എന്താ? അയാളുടെ ചൂട് മാറി, അയാളുടെ ജലദോഷം മാറി. അപ്പോൾ അയാളിലുള്ളൊരു കാര്യം നീങ്ങുക എന്നാണ് ഷിഫയാകുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് അള്ളാഹു ഷിഫ നൽകി എന്ന് പറഞ്ഞാൽ ആ രോഗം റസൂലിൽ ഉണ്ടായതുകൊണ്ടാണ് റസൂൽ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫദല്ല അലാ അന്ന ലഹു ഹഖ്ഖൻ വ ഹഖീഖത്തൻ, റസൂലുള്ളാഹിയുടെ ഈ വാക്ക് സിഹറിന് ഹഖീഖത്തുണ്ട്, യാഥാർത്ഥ്യമുണ്ട് എന്ന് അറിയിക്കുകയാണ്. അതുപോലെ സിഹർ പിന്നെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് നമ്മൾ സിഹർ ചെയ്യല്ലോ കേട്ടോ, വാക്കിൽ വല്ല തെറ്റുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സിഹർ ചെയ്യുന്ന സാഹിറന്മാർ സിഹർ ചെയ്താൽ അത് ഫലിച്ചോളണമെന്നൊന്നുമില്ല. ഫലിപ്പിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ് ഫലിപ്പിക്കുന്നത്. സിഹർ ചെയ്യുന്ന സിഹറിനെ ആർക്ക് ഫലിപ്പിക്കണമെങ്കിലും അത് അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. അതെങ്ങനെ? ലാകിന്ന അസ്സിഹ്റ വഇൻ കാന ഹഖീഖത്തൻ സാബിതത്തൻ ഇല്ലാ അന്ന തഅസീറഹു വളററഹു മൗഖൂഫുൻ അലാ ഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ അനുവാദത്തിൽ സ്ഥിരപ്പെട്ടതാണ്. അള്ളാഹ് അനുവദിച്ചാൽ ഫഇൻ അദിന വഖഅ സിഹർ, അള്ളാഹിൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ സിഹർ ഉണ്ടാകും, അതല്ലെങ്കിൽ സിഹർ ഉണ്ടാവില്ല. ഖുർആനിൽ തന്നെ ആ ആയത്തിൻ്റെ അടിയിൽ അള്ളാഹു പറയുന്നതാണ്, വമാ ഹും ബിളാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, ആർക്കും മറ്റൊരാളെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുത്താൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ ഇതിൻ ഉണ്ടായാലല്ലാതെ. അപ്പോൾ സിഹറിന് ദാത്തിയായി അതിന് സിഹർ എന്നുള്ള നിലയിൽ അതിന് തഅ്സീറില്ല. നേരെ മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയും അള്ളാഹുവിൻ്റെ ഇതിനും ഉണ്ടെങ്കിൽ മാത്രമാണ് തഅ്സീർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി ഉറപ്പിക്കേണ്ടതും വിശ്വസിക്കേണ്ടതും എന്താണ്? അന്നഹു ലൻ യളുറഹു ഇല്ലല്ലാഹ്, അല്ലാതെ അവനക്ക് ലറ് വരുത്തുകയില്ല. വലാ യൻഫഅഹു ഇല്ലല്ലാഹ്, പടച്ചോനല്ലാതെ അവനക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നത് അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് ഒരു വിശ്വാസി വിശ്വസിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, മുഹമ്മദ് നബിയെ പറയുക, നമുക്ക് എത്തുകയില്ല, അള്ളാഹു എന്താണോ നമുക്ക് നമ്മൾ തീരുമാനിച്ചത്
അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന്. അതുപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു, റസൂലുള്ളാഹി പറയാണ്, വഅലം, നീ അറിയണം, അന്നൽ ഉമ്മത ലവ് ഇജ്തമഅത് അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. ജനങ്ങളെല്ലാവരും കൂടെ നിനക്ക് ഒരു കാര്യം ചെയ്തു തരണം, ഒരു ഉപകാരം ചെയ്തു തരണം എന്ന് തീരുമാനിച്ചാൽ തന്നെ അള്ളാഹു നിനക്ക് എന്താണോ കണക്കാക്കി അതേ അവർക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. നമ്മളെല്ലാവരും പാടെ കൂടിയിട്ട് ഒരാളെ സഹായിക്കണമെന്ന്, ഒരാൾക്ക് വല്ലതും ചെയ്തു കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ തീരുമാനം അവിടെ നടപ്പാവുകയുള്ളൂ, നമ്മൾ വിചാരിച്ചുകൊണ്ട് നടക്കുകയില്ല. അതുപോലെ തന്നെ വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. ആരെങ്കിലും നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ പ്രയാസപ്പെടുത്തൽ നടക്കുള്ളൂ എന്നുള്ളതാണ്. ഇനി സുഹൃത്തുക്കളെ, സിഹർ ബാധിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അതിന് ചികിത്സയുണ്ട്. എന്താണ് ചികിത്സ? ഇന്ന് പല ആളുകളും മുസ്ലിമാണെന്നൊന്നും, ആരായാലും ശരി, ഇങ്ങനത്തെ വല്ല അസുഖം ഉണ്ടെങ്കിൽ വേഗം പോകും ശൈത്താന്മാരെടുത്തേക്ക്, പിന്നെ അമ്പലത്തിലേക്കോ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് നോട്ടക്കാരുടെ അടുത്തേക്കൊക്കെ പോയിട്ട് ഈമാനെ നഷ്ടപ്പെടുത്തും. എന്താണ് വിശ്വാസി ഇതിൽ സ്വീകരിക്കേണ്ട മാർഗം? എന്താണ്? വലിസ്സിഹ്രി കദാലിക ദവാഉൻ വ ഇലാജുൻ വ ശിഫാഉൻ. സിഹറിനും ഇലാജുണ്ട്, ചികിത്സയുണ്ട്, മരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ മരുന്ന് എന്താണ്? അൽ ഇഖ്ലാസു ലില്ലാഹി വൽ ഇൽത്തിജാഉ ഇലൈഹി. പടച്ചവനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. നമുക്കൊരസുഖം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ നമ്മൾ മടങ്ങേണ്ടത് അള്ളാഹുവിലേക്കാണ്. നമ്മുടെ പ്രയാസത്തെ അള്ളാഹുവിൻ്റെ മുന്നിലാണ് ഇറക്കി വെക്കേണ്ടത്. അങ്ങനെ റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെച്ചാൽ അതിന് ശിഫ കാണും. ഏതുപോലെ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് പ്രയാസങ്ങൾ വന്ന സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാം ചെയ്ത സംഭവം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. വ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുറു വ അൻത അർഹമുർ റഹീമീൻ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർ. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചുകൊണ്ട് തേടി, പടച്ചവനെ എനിക്ക് പ്രയാസമുണ്ട് അള്ളാഹുവേ എന്ന് റബ്ബിനോട് പറഞ്ഞപ്പോൾ അള്ളാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. അയ്യൂബ് നബിയുടെ പ്രയാസത്തെ അള്ളാഹു നീക്കിക്കൊടുത്തു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. നമ്മളുടെ പ്രയാസങ്ങൾ, ഇതുപോലത്തെ പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസത്തെ ഇഖ്ലാസോടുകൂടെ റബ്ബിൻ്റെ മുന്നിൽ ഇറക്കി വെക്കുക എന്നുള്ളതാണ്, റബ്ബിനോട് തേടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇയംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു പ്രയാസം നിനക്ക് അനുഭവപ്പെട്ടാൽ അതിനെ നീക്കുന്നവൻ അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ ചികിത്സ. രണ്ടാമത്തെ ചികിത്സ ഖിറാഅത്തുൽ ഖുർആനി ബിനിയ്യത്തി ശിഫ. വിശുദ്ധ ഖുർആൻ ഓതുന്നെ ഷിഫാൻ്റെ നിയ്യത്തോടു കൂടെ ഖുർആൻ അങ്ങോട്ട് ഓതുക, ഷിഫ കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഷിഫാഇനെ ഇറക്കിയിട്ടുണ്ട്, വിശ്വാസികൾക്ക് കാരുണ്യത്തെയും ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഖുർആൻ ഓതുക എന്നുള്ളത് കൊണ്ട് പല പണ്ഡിതന്മാരും സ്വഹാബികളൊക്കെ ഫാത്തിഹയാണെന്ന് പറഞ്ഞവരുണ്ട്. സിഹറിന് മന്ത്രിക്കേണ്ടത്, ഓതേണ്ടത് സൂറത്തുൽ ഫാത്തിഹയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു സംഭവം കൂടെ അവർ പറയുന്നുണ്ട്. എന്താണ്? മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നാസം മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാനൂ ഫി സഫരിൻ. നബിയുടെ അനുയായികൾ ഒരു യാത്രയിലായിരുന്നു. അങ്ങനെ ഒരു അറബികളുടെ നാട്ടിലൂടെ ഇങ്ങനെ നടന്നുപോയി. അങ്ങനെ അവരോട് ഭക്ഷണം ചോദിച്ചപ്പോൾ അവർ ഭക്ഷണമൊന്നും കൊടുത്തില്ല. പക്ഷെ അവരിവരോട് പറഞ്ഞു, ഹൽ ഫീഖും റാഖിൻ, മന്ത്രിക്കുന്ന ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. കാരണം ഫഇന്ന സയ്യിദൽ ഹയ്യി ലദീഖുൻ ഔ മുസാബുൻ, ഈ ഗോത്രത്തിൻ്റെ നേതാവിന് സിഹർ പോലത്തെ പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ട്, മന്ത്രിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികളിൽ നിന്ന് ഒരാൾ പറഞ്ഞു, നഅമുണ്ട്. അദ്ദേഹം അവിടെ ചെന്നിട്ട് ഫാത്തിഹത്തുൽ കിതാബ് മന്ത്രിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രോഗം ശിഫ വന്നു. ശിഫ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആടിനെ സമ്മാനമായി ആടിൻ്റെ ഒരു കഷ്ണം കൊടുത്തു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല.
ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിക്കുകയും ചെയ്തു. മാത്രമല്ല റസൂലുള്ള അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ വല്ലതും തരികയാണെങ്കിൽ ഖുദൂ മിൻഹും, അവരിന്ന് വാങ്ങിച്ചോളി. ആടൊക്കെ തന്നാൽ വെറുതെ വിടണ്ട. വദ്രിബൂലി ബിസഹമി മാക്കും, ഒരു ഓരി എനിക്കും തന്നാളി എന്ന് ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു. അപ്പോൾ എന്താണ് പറയാനർത്ഥം? ഫാത്തിഹത്തുൽ കിതാബ് സെഹർ ബാധിച്ച ആൾക്ക് ഓതാം, അള്ളാഹുവിനോട് ഓതി പ്രാർത്ഥിക്കൽ. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളൊരു സൂറത്താണ്. നമുക്കറിയാം, മഹാനായ അബി ഉമാമൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ പറഞ്ഞത്? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇഖ്റഉ സൂറത്തുൽ ബഖറതി ഫഇന്ന അഖ്ദഹാ ബറകത്തുൻ. നിങ്ങൾ സൂറത്തുൽ ബഖറ ഓതണം, അതിനെ പിടിക്കൽ, അതിനെ ഓതുക എന്നുള്ളത് ബറക്കത്താണ്. അതിനെ ഉപേക്ഷിക്കൽ ഹസ്രത്തുൻ നഷ്ടമാണ്. വലാ തസ്തതിഉഹ അൽ ബതല, സിഹർ അതിനെ സഹിക്കൂല. സിഹറിന് ഒരിക്കലും സഹിക്കാൻ സാധ്യമല്ല ഏതിനെ? സൂറത്തുൽ ബഖറയെ. അപ്പോൾ സൂറത്തുൽ ബഖറ സിഹറിന് ഓതാനുള്ള ഏറ്റവും വലിയ ഒരു സൂറത്ത് തന്നെയാണ്. അതുപോലെ മുഅവ്വിദത്താൻ, അതുപോലെ ഖുൽ അല്ലാഹു അഹദ്, അന്നാസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ട്, ഓതാറുണ്ട്. റസൂലുള്ള പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദത്തൈനി ഹീന തുംസി വതുസ്ബിഹു 3 മർറാത്ത്. വൈകുന്നേരവും രാവിലെയും ഈ 3 സൂറത്തുകൾ ആരെങ്കിലും 3 തവണ പറഞ്ഞാൽ, സുബഹി നിസ്കാരത്തിന് എത്ര തവണ നിസ്കാരശേഷം പറയേണ്ടത്? 3 തവണ. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം എത്ര പറയേണ്ടത്? അപ്പോൾ രാവിലെയും വൈകുന്നേരവും നമസ്കാരത്തിൻ്റെ ശേഷം പതിവാക്കിയാൽ റസൂലുള്ള പറയുകയാണ്, എന്താ പറഞ്ഞത്? തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനും നിനക്കത് മതി, നിനക്ക് സിഹർ ബാധിക്കില്ല, ഒരു പ്രയാസവും നിനക്ക് ബാധിക്കുകയില്ല. അതുപോലെ തന്നെ ദിക്റുകളെ പതിവാക്കുക. ദിക്റുകൾക്ക് വലിയ ശക്തിയുണ്ട്, രാവിലെയും വൈകുന്നേരവും ചെല്ലുന്ന ദിക്റുകൾക്ക്. കാരണം മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? പിന്നെ ബിസ്മില്ല എന്നെ എല്ലാ രാത്രിയിലും വൈകുന്നേരവും ഒരാൾ, എല്ലാ വൈകുന്നേരവും പകലും ഒരാൾ 33 തവണ, 3 തവണ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം എന്നുള്ള ആ പ്രാർത്ഥന ചൊല്ലിയാൽ ലം യദുറുഹു, ഒരു വസ്തു അവനെ പ്രയാസപ്പെടുത്തുന്നതല്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. കണ്ടോ? അതുപോലെ മന്ത്രിക്കൽ അതിൻ്റെ ഒരു ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മന്ത്രിച്ചിട്ടുണ്ട് മലക്ക് വന്നിട്ട്. ഏതുപോലെ? അബൂ സഈദ് പറഞ്ഞ ഒരു ഹദീസ്, അബൂ സഈദിൽ നിന്ന് റിപ്പോർട്ട് ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം നബിൻ്റെ അടുത്ത് വന്നിട്ട് നബിയോട് ചോദിച്ചു, യാ മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് അസുഖമാണോ പ്രയാസമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നബി നഅം, അതെ, ജിബ്രീലിനോട് പ്രയാസമാണെന്ന് പറഞ്ഞു. അപ്പോൾ ജിബ്രീൽ മന്ത്രിച്ചു, ബിസ്മില്ലാഹി ഉർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅ്ദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി ഉർഖീക എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതുപോലെ സുഹൃത്തുക്കളെ, പിന്നെ 5-മത്തത്, എല്ലാ ദിവസവും രാവിലെ 7 അജവക്കാരൊക്കെ തിന്നുക. അതൊക്കെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ. 7 ഹദീസിൽ വന്ന കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. 7 അജവക്കാരൊക്ക എല്ലാ ദിവസവും രാവിലെ തിന്നാൽ സിഹർ അവനെ ബാധിക്കുകയില്ല. കാരണം മഹാനായ സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു മുത്തഫഖുൻ അലൈഹി ഹദീസാണ്. മുമ്പത്തെ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? മനിസ്തത്ബഹ ബിസബ്ഇ തംറാത്തിൻ അജവത്തിൻ ലം യദുറഹു ദാലികൽ യൗമ സുമ്മുൻ വലാ സിഹ്റുൻ. ഒരാൾ 7 ഹജവാക്കാരൊക്കെ തിന്നു കഴിഞ്ഞാൽ സുബഹിക്ക് തിന്നാൽ അതിനെ നിങ്ങൾക്ക് എന്ത് ബാധിക്കുകയില്ല? സിഹറോ വിഷം ഏൽക്കുകയില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. നിങ്ങൾ പല ആളുകളും മറ്റേ കുരു വെള്ളത്തിലിട്ട് രാവിലെ കഴിക്കുന്നുണ്ടല്ലോ, കുറച്ച് കാരക്കി എന്തായി ആ കൂട്ടത്തിൽ തിന്നു കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഒക്കെ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനി സംസാരിക്കാനുള്ള സമയം അനുവദിക്കാത്തതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനെ ഒരു സാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുകയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ധാരാളം അറിവുകൾ വർദ്ധിപ്പിച്ച് നമുക്ക് നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.